നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ആരും കടന്നു കയറിയിട്ടില്ലാത്ത ആ വീട്ടിൽ പെരുമഴയ്ക്കും കാറ്റിനും മാത്രമായിരുന്നു പ്രവേശനം. പക്ഷേ എല്ലാത്തിനും സാക്ഷിയായി അവിടെ ഒരാൾ ഉണ്ടായിരുന്നു. ആരും താമസിക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട വീടിനുള്ളിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തുവരികയാണ്. സംഭവത്തിൽ നിർണായകമായത് പഴയ നോക്കിയ ഫോണായിരുന്നു. 10 വർഷം മുമ്പ് മരിച്ചതായി സംശയിക്കപ്പെടുന്ന അമീർ ഖാന്റെയാണ് അസ്ഥികൂട അവശിഷ്ടങ്ങളെന്നാണ് ചൊവ്വാഴ്ച പോലീസ് അറിയിച്ചത്. ഹൈദരാബാദിലെ നമ്പള്ളിയിൽ വർഷങ്ങളായി പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് തിങ്കളാഴ്ചയോടെയാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഈ വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കെ വീടിനുള്ളിലേക്ക് വീണ ക്രിക്കറ്റ് പന്ത് എടുക്കുവാൻ അകത്ത് കയറിയ ഒരു പ്രദേശവാസി ചിത്രീകരിച്ച വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ഈ അസ്ഥികൂട ദൃശ്യം പുറത്തായത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ വീട്ടിൽ നിന്ന് ഒരു പഴയ നോക്കിയ മൊബൈൽ ഫോണും നിരോധിച്ച കറൻസി നോട്ടുകളും കണ്ടെത്തി. ഫോൺ നന്നാക്കിയ ശേഷം പരിശോധിച്ചപ്പോൾ 2015 84 മിസ് കോളുകൾ വന്നതായി കണ്ടെത്തി. ഇതോടെയാണ് മരിച്ചത് അമീർ ഖാനാണെന്ന് മനസ്സിലായത്. മുനീർ ഖാൻ എന്ന ആളുടേതാണ് ഈ വീട്. മുനീറിന് 10 കുട്ടികളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകൻ അമീർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. മുനീർ ഖാൻ 2013 മരിച്ചത്. അമീർ ഖാൻ മരിച്ചിട്ട് 10 വർഷത്തോളമായി എന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ മരിച്ചിട്ട് ഏതാനും വർഷങ്ങളായി. അസ്ഥികൾ പോലും തകർന്ന് തുടങ്ങിയിരിക്കുന്നു. ഒരു മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങളോ രക്തത്തിന്റെ പാടുകളോ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം 10 വർഷം മുമ്പ് മരിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോ മറ്റോ അദ്ദേഹത്തെ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും തോന്നുന്നു. ഫോണിന് പുറമെ തലയണിക്കിടയിൽ നിന്ന് നിരോധിത കറൻസികളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ 2016 നോട്ട് നിരോധനത്തിന് മുൻപാണ് മരണമെന്നാണ് സംശയിക്കുന്നത്. ഇതായിരുന്നു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കിഷൻ കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അസ്ഥികൂട അവശിഷ്ടങ്ങൾ കൂടുതൽ പരിശോധനകൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വാർത്ത വരുമ്പോൾ സമാനമായൊരു സംഭവം നാളുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലായിരുന്നു. ഒരേ കുടുംബത്തിലുള്ള 5 പേരുടെ അസ്ഥികൂടം നാട്ടുകാർ കണ്ടെത്തിയത്. മരണപ്പെട്ട 5 പേരെയും അവസാനമായി ഈ നാട്ടുകാർ കണ്ടത് 2019 ജൂലൈയിലായിരുന്നു. അതിനുശേഷം അവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നുമാണ് ആദ്യം പുറത്തുവന്ന വിവരം. തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു കുടുംബം നയിച്ചിരുന്നെന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഇവർ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയായിരുന്നുവെന്നും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പിന്നീട് പോലീസിനോട് വ്യക്തമാക്കി. ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഈ വീട് സംബന്ധിച്ച് അസ്വാഭാവികത നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിലെത്തുന്നത്. പ്രഭാത സവാരിക്കിടെ വീട്ടിലെ പ്രധാന തടിവാതിൽ തകർത്തിരിക്കുന്നതായി പലരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇത് സ്വാഭാവികമാണെന്ന് കരുതി അവർ പോലീസിൽ അറിയിച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ ഒന്നിലധികം തവണ അജ്ഞാതർ അതിക്രമിച്ചു കയറിയതായി മനസ്സിലാവുകയായിരുന്നു. വീട് കൊള്ളയടിക്കപ്പെട്ടതായി പിന്നീട് കണ്ടെത്തി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഒരു മുറിയിൽ നിന്ന് 4 അസ്ഥികൂടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 2 അസ്ഥികൂടങ്ങൾ കട്ടിലിൽ കിടക്കുന്ന രീതിയിലും 2 തറയിൽ കിടക്കുന്ന രീതിയിലുമായിരുന്നു കണ്ടത്. മറ്റൊരു മുറിയിൽ നിന്ന് മറ്റൊരു അസ്ഥികൂടവും കണ്ടെത്തി. വീടിനുള്ളിൽ നിന്നും അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തെളിവെടുപ്പിനായി ദേവൻകരയിൽ നിന്നുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറി ടീം ഒക്കെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. സീൻ ഓഫ് ക്രൈം ഓഫീസർമാരെ വിളിച്ചു വരുത്തി വീടിന് ചുറ്റും സുരക്ഷയും ശക്തമാക്കിയിരുന്നു. മരണപ്പെട്ടവരുടെ പരിചയക്കാർ, ബന്ധുക്കൾ എന്നിവരുടെയൊക്കെ മൊഴികൾ പിന്നീട് പോലീസ് ശേഖരിച്ചു. ബന്ധുക്കൾ നൽകിയ കുടുംബ ചരിത്രത്തിന്റെയും മറ്റു മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ മുതിർന്ന ദമ്പതിമാരുടെയും അവരുടെ പ്രായമായ മകന്റെയും മകളുടെയും ചെറുമകന്റേതുമാണെന്ന് പിന്നീട് കണ്ടെത്തി. 2019 മുതൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ദാരുണ സംഭവം നടന്നിട്ട് ഈ അയൽവാസികളോ ബന്ധുക്കളോ വിവരം അറിഞ്ഞില്ലെന്നത് മാത്രമല്ല, ഇവരെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നതാണ് ഏറെ ദുരൂഹം. ടൗണിനോട് ചേർന്നാണ് ഇവരുടെ വീട്. എന്നിട്ട് പോലും വിവരം പുറത്തറിയുവാൻ വർഷങ്ങളാണ് എടുത്തത്. അക്ഷരങ്ങൾ അടർന്നു തുടങ്ങിയ നെയിം ബോർഡിൽ കർണാടക പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NK ജഗന്നാഥ റെഡ്ഡിയുടെ പ്രതാപം കാണാമെങ്കിലും ആ വൈദഗ്ധ്യം പക്ഷേ സ്വന്തം കുടുംബജീവിതത്തെ തുണച്ചിരുന്നില്ല. ചിത്രദുർഗ ജില്ലയിലെ ചിത്രദുർഗയിൽ 5 പേരുടെ അസ്ഥികൂടങ്ങൾ കിടന്ന ദേശീയ പാതയ്ക്കരികിലെ വീടിന്റെ പരിസരത്തെത്തുമ്പോൾ ആളുകളുടെ നടത്തമൊക്കെ വേഗത്തിലാകും. അങ്ങോട്ട് നോക്കുവാൻ പോലും പേടിയാണ്. പ്രേതങ്ങൾ കൂടിപ്പാർക്കുന്നിടമെന്ന അപഖ്യാതി പ്രദേശത്താകെ പിന്നീട് പരന്നു. ആ ഭാഗത്തു നിന്ന് രാത്രികളിൽ വവ്വാലുകൾ ചിറകടിച്ചാൽ, മൂങ്ങ മൂളിയാൽ കുട്ടികൾ ഞെട്ടിയുണർന്ന് നിലവിളിക്കും. അവരെ സാന്ത്വനിപ്പിക്കാവുന്ന രക്ഷിതാക്കൾക്കും വിറയലാണ്. ആ വീടിന്റെ ഗേറ്റിൽ നിന്ന് മാറി സ്ഥാപിച്ച ബാരിക്കേഡിന്റെ പുറത്ത് രാത്രി പാറാവു ഡ്യൂട്ടി പരിഭ്രമത്തോടെ ചില പോലീസുകാരൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ദൊഡ്ഡാവനഹള്ളിയിൽ നിന്ന് 10 വർഷം മുമ്പാണ് ജഗന്നാഥ റെഡ്ഡിയുടെ കുടുംബം ഇവിടേക്ക് താമസം മാറിയതെന്ന് നാട്ടുകാരനായ പുരുഷോത്തമ റെഡ്ഡി പറയുന്നു. മക്കളിൽ ഏറ്റവും മുതിർന്ന മകൾ ഡോക്ടറായിരുന്നു. ആൺമക്കളിൽ ഒരാൾ എഞ്ചിനീയറാണെന്ന് എന്നൊക്കെ കേട്ടറിവല്ലാതെ അയൽക്കാർക്ക് പോലും നേരിട്ട് ബന്ധമില്ലായിരുന്നു. അധികം പുറത്ത് എവിടെയെങ്കിലും പോകുമായിരുന്ന ആ കുടുംബത്തിൽ ആരെല്ലാം എന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്ന് പരിസരത്ത് താമസിക്കുന്ന ലളിതാമ്മ പറയുന്നു. 5 പേർ അതിനകത്ത് മരിച്ചതറിയണമെങ്കിൽ അവർ ജീവിച്ച കാലം എന്തെങ്കിലും ബന്ധം വേണ്ടേ എന്നും അവർ സങ്കടപ്പെട്ടു.
അന്ന് പോലീസ് അന്വേഷണത്തെ കുഴച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു. ചിത്രദുർഗ ജില്ലാ പോലീസ് സൂപ്രണ്ട് ധർമ്മേന്ദ്രകുമാർ മീണ പറയുന്നു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്റെ കുടുംബം മുഴുവൻ മരിച്ചുപോയതറിയാൻ 4.5 വർഷം എന്നത് അസാധാരണ സംഭവമെന്നാണ് അദ്ദേഹം തുടർന്നത്. വീടിൽ നിന്ന് കിട്ടിയ കൈപ്പടയിൽ തയ്യാറാക്കിയ കത്താണ് പോലീസിന് തുമ്പായത്. ഫോറൻസിക് പരിശോധന നടത്തുവാൻ വെളിച്ചം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു. സംഭവത്തിലെ ദുരൂഹത പോലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട വീടും 4 വർഷമായി ഇരുട്ടിലായിരുന്നു. കടബാധ്യതയിൽ പൊറുതിമുട്ടി കഴിയുകയായിരുന്നു ജഗന്നാഥ് റെഡ്ഡി എന്നതിന്റെ സൂചനകളാണ് ഈ കത്തിലൊക്കെ. വർഷങ്ങളായി ചക്രക്കസേരയിൽ ജീവിതം തള്ളി നീക്കി ഒടുവിൽ കിടപ്പിലുമായ ഭാര്യ പ്രേമയുടെ ചികിത്സയ്ക്കായിരുന്നു ഭാരിച്ച ചെലവുകൾ. ഏക മകൾ ത്രിവേണിയെ ഡോക്ടറാക്കിയെങ്കിലും നട്ടലിലെ ക്ഷതത്തെ തുടർന്ന് സ്പൈനൽ കോഡ് തകർന്നു പോയ അവർ സ്വയം ചികിത്സ തേടേണ്ട അവസ്ഥയിലായിരുന്നു. ആൺമക്കളിൽ കൃഷ്ണയെ എഞ്ചിനീയർ ആക്കിയെങ്കിലും ദുരിതങ്ങൾക്ക് നടുവിൽ കരകയറിയില്ല. കവർച്ച കേസിൽ പ്രതിയായ മകൻ നരേന്ദ്രൻ 9 വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ മരിച്ച മറ്റൊരു മകൻ മഞ്ജുനാഥ് ഉൾപ്പെടെ ആർക്കും സ്വന്തം കുടുംബജീവിതം സാധ്യമായില്ല. ജഗന്നാഥ് റെഡ്ഡിയുടെ പേരിൽ ധാരാളം ഭൂമി ഉണ്ടായിരുന്നതായി പോലീസിന് സൂചനകളൊക്കെ ലഭിച്ചു. ഇതിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് വഞ്ചിച്ച 2 പേരെ കുറിച്ച് കത്തിൽ പരാമർശം അന്വേഷണത്തിന് ദിശ നൽകിയിരുന്നു. കത്തിൽ ഒപ്പ് രേഖപ്പെടുത്താത്തതിനാൽ അത് തയ്യാറാക്കിയത് മറ്റാരെങ്കിലുമാണോ എന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു. 6ാമതൊരാളാണെങ്കിൽ അന്വേഷണ ഗതി തന്നെ മാറും. തൂമക്കൂറിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കെയാണ് റെഡ്ഡി വിരമിച്ചത്. കുടുംബം ഏറ്റവും ഒടുവിൽ വൈദ്യുതി ബിൽ അടച്ചതാകട്ടെ 2019 ജനുവരി 13-നാണെന്ന വിവരവും ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് പോലീസൊക്കെ ശേഖരിച്ചിരുന്നു. ബിൽ അടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. 2019 ജൂൺ മാസത്തിലെ കലണ്ടറായിരുന്നു ആ വീട്ടിൽ തൂക്കിയിട്ടിരുന്നത്. വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയെങ്കിലും അതിൽ തീയതിയോ ഒപ്പോ ഒന്നും തന്നെയില്ല. ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച ജഗന്നാഥ് റെഡ്ഡിയും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ജഗന്നാഥ് റെഡ്ഡിക്ക് പുറമെ ഭാര്യ പ്രേമാവതി, മക്കളായ ത്രിവേണി, കൃഷ്ണ റെഡ്ഡി, നരേന്ദ്ര റെഡ്ഡി എന്നിവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർക്ക് മഞ്ജുനാഥ് എന്ന പേരിൽ മൂത്ത ഒരു മകൻ കൂടി ഉണ്ടായിരുന്നതായി പോലീസ് പിന്നീട് വ്യക്തമാക്കി. ഇയാളാണ് 2014 ഒരു അപകടത്തിൽ മരിച്ചത്. 2019 ജനുവരിയിലാണ് മരണം നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് പിന്നീട് നിഗമനത്തിൽ എത്തിച്ചേർന്നത്. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 5 അസ്ഥികൂടങ്ങൾക്ക് പുറമെ ഒരു പട്ടിയുടെ അസ്ഥികൂടവും പിന്നീട് കണ്ടെത്തിയിരുന്നു. മദ്യലഹരിയിൽ ഇവിടെ എത്തിയ അയൽവാസി ഇവരുടെ വീടിന്റെ മുറ്റത്ത് തലയൊട്ടി കിടക്കുന്നത് കണ്ട് നിലവിളിച്ചോടിയതോടെയാണ് ഈ കൂട്ടമരണം പുറംലോകം ആദ്യം അറിഞ്ഞത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ ആദ്യം കണ്ടെത്തിയ 3 അസ്ഥികൂടങ്ങളായിരുന്നു. ഫോറൻസിക് ടീം നടത്തിയ വിശദമായ പരിശോധനയിലാണ് പിന്നീട് 2 അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെടുത്തത്. അസ്ഥികൂടങ്ങളെല്ലാം തന്നെ കിടക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് പോലീസ് അന്ന് വ്യക്തമാക്കിയത്. ഇതിൽ 4 ഒരു മുറിയിലും 1 മറ്റൊരു മുറിയിലുമാണ് കിടന്നിരുന്നത്. ഒരു മുറിയിലെ 4 2 ബെഡിലും ബാക്കി 2 നിലത്തുമാണ് കിടന്നിരുന്നത്. ഈ 2019 ശേഷം കുടുംബത്തിൽ ആരെയും തന്നെ പുറത്ത് കണ്ടിരുന്നില്ലെന്നാണ് അയൽക്കാർ ഒക്കെ മൊഴി നൽകിയിരുന്നത്. ആരെങ്കിലും ഇവരുടെ വീട്ടിൽ ചെന്നാൽ വാതിൽ തുറക്കാതെ ജനാലയിലൂടെ സംസാരിക്കുന്നതായിരുന്നു ഇവരുടെ രീതി. ഇവരുമായി 12 വർഷത്തിലധികമായി യാതൊരു ബന്ധവുമില്ലാതെയായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. ദീർഘകാലം വീട് അടഞ്ഞുകിടക്കുകയും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ വരികയും ചെയ്തിട്ടും 2 കൂട്ടരും ഒരു വിധത്തിലും അന്വേഷിച്ചില്ല എന്നത് പോലീസിനെ പോലും ഞെട്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഹൈദരാബാദിലെ നമ്പള്ളിയിലും വർഷങ്ങളായി പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ വാർത്ത പുറത്തു വീഴുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്.